ബ്യൂട്ടിഫുൾ സോൾസ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു പുതിയ ജോണർ ഓഫ് ടോപ്പിക്കാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സിനിമയാണ്. എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മീഡിയ ആണ് സിനിമ. ഒരുപാട് കാര്യങ്ങൾ അറിയാത്തത് പഠിക്കാൻ വരെ സാധ്യത തന്നിട്ടുള്ള ഒരു വലിയൊരു മാധ്യമമാണ്. എങ്കിൽ പോലും കുറച്ച് കാലമായിട്ട് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാതെ ഒരു സിനിമ പോയി കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്ന വിലയാണ്. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ എൻ്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ അതിന് അത്രയും വേർത്തായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ സിനിമ അടിപൊളി സിനിമയാണ്. അത് വളരെ രസകരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ വളരെ അദ്ദേഹം കഥയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, വളരെ രസകരമാണ്, അത് ത്രില്ലിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി ഒബ്വിയസ്ലി ത്രില്ലിംഗ് ആയിരിക്കും, ഞാൻ അത്രേ കരുതിയുള്ളൂ. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു, താൻ പോയി കാണണം കേട്ടോ. ശരി, കണ്ടേക്കാം എന്ന് പറഞ്ഞു. അതിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഷിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെ ഒരു പുറത്ത് മാത്രമാണ് ഞാൻ ആ സിനിമ കാണാൻ പോയത്. ആ സിനിമ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇന്നത്തെ കാലത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ അല്ലെങ്കിൽ വളരെ വ്യക്തമായൊരു പിക്ചറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ മനസ്സിൽ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്, നമ്മുടെ ലോകം ഇത്രയധികം മാറിയോ എന്നുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്ന ലോകമല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു അത്. കാരണം ഡ്രഗ് അബ്യൂസ് ആയിക്കോട്ടെ, സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ, പലതും അതിനകത്ത് വളരെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ആ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇത്തരം പ്രശ്നങ്ങളൊന്നും എന്നെ ഹോണ്ട് ചെയ്യാതായി. എൻ്റെ ഫുൾ ഫോക്കസ് അതിലൊരു ക്യാരക്ടറിൻ്റെ മുകളിലായി. കാരണം എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഒരു കുഞ്ഞു കുട്ടിയാണത്. മിന്നു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഹരി എന്ന നായകൻ്റെയും ഗീത എന്ന നായികയുടെയും രണ്ടാമത്തെ മകളായ മിന്നു. ഏകദേശം ഒരു 10-11 വയസ്സ് കാണും ആ കുഞ്ഞിന്. ആ സിനിമയിൽ ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അധികമൊന്നും കഥ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥകൾ പല ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റും. അത് സംവിധായകൻ്റെ ബ്രില്യൻസ് ആണ്. കാരണം എല്ലാ പ്രശ്നങ്ങളിലും വരുമ്പോൾ അല്ലെങ്കിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കുട്ടി അപ്പുറത്തുണ്ട്. അത് ഭയങ്കര ആ കുട്ടിയുടെ മുഖത്തു നിന്ന് ആ കുട്ടി എന്ത് രസകരമായിട്ട് അത് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ കുട്ടി അതിൽ ജീവിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പേടി, എത്ര വിഷമം, എന്ത് സ്ട്രെസ്ഫുള്ളായിട്ടാണ് ആ കുട്ടി ആ ജീവിതം കൊണ്ടുപോകുന്നതെന്ന്. കാരണം അതുവരെ ഇതുവരെ ആ കുട്ടി അനുഭവിച്ചിരുന്ന സുഖവും സന്തോഷവും ഏതൊരു ഫാമിലിയിലെ അമ്മയും കുട്ടിയും അച്ഛനും ഒക്കെയുള്ള പോലെ വളരെ ഹാപ്പി ആയിട്ടൊരു ഫാമിലി, പെട്ടെന്നാണ് കാര്യങ്ങൾ അപ്സൈഡ് ഡൗൺ ആയി മാറുന്നത്. പിന്നെ ഞാൻ ആ സിനിമ കണ്ടു മുഴുവൻ ഈ കുട്ടിയുടെ കണ്ണിലൂടെയായിരുന്നു. ആ സിനിമയിൽ കാണിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സൈക്കോളജി ഉണ്ട്. അത് ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ സൈക്കോളജി, ഭ്രാന്തമായൊരു സൈക്കോളജി, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് അവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ നിസ്സഹായാവസ്ഥയാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത്. കാരണം ഇത്തരമൊരവസ്ഥയിലുള്ള കുട്ടി വലുതായി വരുമ്പോൾ എന്തവസ്ഥയിലേക്കായിരിക്കും പോവുക? ആ കുട്ടിയുടെ മാനസികമായ സംഘർഷങ്ങൾ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായ സംഘർഷമായിരിക്കാം. പക്ഷേ അത് ആ കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലേക്കോ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിൽ അരങ്ങേറിയ ഓരോ സംഭവങ്ങളും. ഏതൊരവസ്ഥ, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഈ സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ആളുകളെ, സ്വന്തം വീട്ടുകാരെ ആയാലും ബന്ധുക്കളെ ആണെങ്കിലും ചുറ്റും കൂടെയുള്ള ആളുകളെ നമ്മുടേന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹിച്ച് കൊണ്ട് നടന്ന ആളുകളെ, വേണ്ട പട്ടി പൂച്ച എന്ത് ജീവിയായിക്കോട്ടെ,
ഇവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഇവരൊക്കെ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു അവസ്ഥ ഭീകരമാണ്. അത് പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കുട്ടിയിൽ ഉണ്ടാവുമ്പം ആ കുട്ടിക്ക് ഇനിയും ജീവിതം മുമ്പിൽ കിടക്കുകയാണ്. ആ ഓരോ ഘട്ടത്തിലും, വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് ചിലപ്പോൾ ബൈപ്പോളാറായിട്ടോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ടോ ഈവൻ സൂയിസൈഡൽ ടെൻഡൻസീസ് ആയിട്ട് പോലും ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻറ്റ് അവരെ നന്നായിട്ട് ഹോണ്ട് ചെയ്യും. ഇതായിരുന്നു എൻ്റെ ചിന്ത. ഈ സിനിമ കാണുന്ന മുഴുവൻ നേരവും എൻ്റെ മനസ്സിൽ ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും. ഒരു പക്ഷേ സൈക്കോളജിയോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഒരു ആ പ്രക്രിയയിൽ ഞാൻ ഭാഗമായതുകൊണ്ടോ ആയിരിക്കാം എനിക്കിതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഈ സിനിമ കഴിഞ്ഞിട്ടും ഞാനത് തന്നെയായിരുന്നു ചിന്തിച്ചത്. എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നമ്മളുടെ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും അവരറിയാതെ പോകരുത്. അതെന്താണ് അവസ്ഥ, അവർ സ്വയം ഊഹിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ക്ഷമ കാണിക്കണം. നമ്മൾ അതിനായിട്ടും വലിയ വലിയ കാര്യങ്ങളായിരിക്കും അപ്പുറത്ത് നമ്മുടെ തല പുകഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. കുഴപ്പമില്ല, ആ കുട്ടി അതറിയണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് കണ്ണീരണിയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് പേടി വരുന്നത്, എല്ലാം അവരറിയണം. കാരണം ഒന്നും അറിയാതെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഭീകരമാണ്. ആ കുട്ടികൾക്ക് അവരുടെ ആ ഒരു കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിലുള്ള തോട്ട്സ് വെച്ചിട്ട് അവർക്കത് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ അറിയുള്ളൂ. പക്ഷെ അത് കറക്റ്റായിക്കൊള്ളുന്നില്ല. ഭാവിയിൽ അവർക്ക് ഡിസ്ട്രെസ് ഉണ്ടായിരിക്കാം. പല രീതിയിലുള്ള ഒരാളെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്തൊക്കെ ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. ചിന്തിച്ചാൽ അറിയാം എത്ര ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തുണ്ടായ ചെറിയൊരു സംഭവം അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായ ചെറിയൊരു സംഭവം ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു മൂവി നമുക്ക് തന്നതിന് ഓരോ ക്രൂ മെമ്പറിനോടും ശരിക്കും നന്ദി തോന്നി. ഇത്തരം രീതിയിലൊന്ന് ചിന്തിക്കാൻ എൻ്റെ മനസ്സ് ആ നേരത്ത് പാകപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. അത് മാത്രമാണ് നിങ്ങൾക്കിടയിലും ഞാനത് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ഭാവി തലമുറയാണ്. അവരെങ്ങനെ അവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്നു, എത്ര സേഫായിട്ട് നമ്മളുള്ള കാലം അത് കഴിഞ്ഞിട്ടും അവർക്ക് ആ ജീവിതം കൊണ്ടുപോകാൻ പറ്റണം. അതിന് ഇതെല്ലാം ആവശ്യമാണ്. ഏതൊരു കഥയായാലും ഏതൊരു പാട്ടായാലും ഒരു വരിയാണെങ്കിൽ പോലും അതിനൊക്കെ ഒരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില അർത്ഥങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഈ സിനിമ എടുത്തത് ഈ ഒരർത്ഥത്തിലാണ്. കുട്ടികളെ എങ്ങനെ വളർത്തണം, എങ്ങനെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. അത് ആ പകച്ചു നിന്ന മിന്നുവിൻ്റെ കണ്ണിൽ നിന്നാണ് ഞാൻ വായിച്ചെടുത്തത്. അതേ തോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഹാപ്പി റിഫ്ലക്റ്റിംഗ്.